എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. എല്ലാവിധ അപ്ഡേറ്റുകളും ലൈവായിട്ട് തത്സമയം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം തുടരുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തി വെച്ചേക്കുക. കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസുകൾ, ലൈവ് അപ്ഡേറ്റ്സുകൾ, ഓരോ ജില്ലയിലെയും അവധി അറിയിപ്പുകൾ എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് ലഭിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പലതിനും ഉത്തരം നൽകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൂടി ഞങ്ങൾ ചേർക്കുകയാണ് ഞങ്ങളുടെ അഖിൽ സതീഷ് വേൾഡ് കമ്മ്യൂണിറ്റിയുടെ. തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻബോക്സുകളിൽ വന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ അതിൻ്റെ പോസ്റ്റുകൾ വഴിയും അറിയാൻ സാധിക്കുന്നതാണ്. കാര്യത്തിലേക്ക് കടക്കാം. ഉച്ചയ്ക്ക് ശേഷം വന്ന ഏറ്റവും പുതുക്കിയ കാലാവസ്ഥ അറിയിപ്പ് പ്രകാരമുള്ള വാർത്തയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഏകദേശം 1 മണിക്ക് ശേഷം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് വാണിങ്ങിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിലെ വടക്കൻ ജില്ലകളായിട്ടുള്ള 2 ജില്ലകൾ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും അതുപോലെ തന്നെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഈ 5 ജില്ലകളിലാണ് സത്യത്തിൽ അതിതീവ്ര മഴയ്ക്കും അതിശക്തമായിട്ടുള്ള മഴയ്ക്കുമുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ ഏറ്റവും നിലവിൽ വന്നിട്ടുള്ളത്. അതായത് വടക്കൻ ജില്ലകളിൽ തന്നെയാണ് മഴ കനക്കുന്നത്. പക്ഷേ മറ്റ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ തൃശ്ശൂരിലും എറണാകുളത്തും ഒക്കെ ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. പല സ്കൂളുകളിലും വെള്ളം കയറുകയും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. പ്രത്യേകിച്ച് റിപ്പോർട്ടർ TV പറഞ്ഞ ഒരു വാർത്ത അനുസരിച്ച് ചെറുകുന്ന് സ്കൂളിൽ, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് സ്കൂളിൽ വെള്ളം കയറുന്ന വെള്ളപ്പൊക്ക ഭീഷണി എന്ന ഒരു റിപ്പോർട്ട് കൂടി കാണുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ അവസ്ഥകൾ നിലനിൽക്കുകയാണ്. ഇന്നും കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ വെള്ളം കയറുന്നതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു. നാളെയും ഈ 5 ജില്ലകളിൽ നമുക്ക് പ്രധാനമായിട്ടും ഇപ്പോൾ പറയാൻ സാധിക്കും അവധി സാധ്യത എന്ന്. പക്ഷേ എക്സ്ക്ലൂസീവായിട്ടുള്ള കൺഫേംഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് ജില്ലാ കളക്ടർമാർ തന്നെയാണ് പ്രഖ്യാപിക്കേണ്ടത്. അത് ഏതെങ്കിലും ജില്ലയിലോ പ്രാദേശികമായിട്ടുള്ള അവധി അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അതാത് സമയങ്ങളിൽ എത്തിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം തുടരുക. ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്താൽ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഒന്നും ഇടവിടാതെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. കാത്തിരിക്കാം ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ.